പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് നിയമസഭയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. 9 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. ഇതോടെയാണ് പ്രത്യേക ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർ, ആഭ്യന്തര വകുപ്പും പോലീസുമൊക്കെ എന്ത് നടപടിയാണ് സാർ എടുത്തത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത്. ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം മുഖ്യ വിഷയമായി മാറിയ അടിയന്തര പ്രമേയത്തിനെ പഴയ സംഭവം എന്ന് പറഞ്ഞാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സുജിത്തിന് മർദ്ദനമേറ്റു എന്ന് പറയുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെട്ട് ബന്ധപ്പെട്ടവരെയെല്ലാം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്തേ ഈ 2.5 വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത്? പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റു ഭരിച്ച നാട്ടിലാണ് വളർന്നതെന്ന പരാമർശത്തോടെ തുടങ്ങിയ മുഖ്യമന്ത്രി UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. വലതുമുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് നയം പിന്തുടരുന്ന ഇടത് സർക്കാർ കുറ്റക്കാരോട് കർശന സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം, ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നിലവന്നു വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. കുന്നംകുളത്ത് മർദ്ദനം നടത്തി പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ സഭാകവാടത്തിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.